ജീവിതത്തിന്റെ ഇടയിലെ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി പോയാലോ? അപ്പൊ എവിടെ പോവാ? ഓക്കെ, അപ്പൊ ദൊഡ്ഡാൽതവരയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ബംഗളൂരുവിന്റെ തിരക്കിനെയും ശബ്ദത്തിനെയും കുറച്ചു ദൂരം വിട്ട് നഗരത്തിന്റെ പടിഞ്ഞാറൻ അതിരുകളിലായി നിൽക്കുന്ന ഒരു വിസ്മയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ദൊഡ്ഡാൽ ആൽദമര എന്ന് പറയുന്നത്. ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി കാറ് മാർഗമാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും പുറപ്പെട്ടത്. അപ്പോൾ ഏകദേശം 28 കിലോമീറ്ററോളം ബാംഗ്ലൂരിൽ നിന്ന് സഞ്ചരിച്ചാണ് ഇവിടത്തേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അവിടെ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ബോർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു പ്രത്യേകതരം ഒരു സമാധാനം ലഭിച്ചതുപോലെ തന്നെയാണ് എനിക്ക് ആദ്യം ഫീൽ ആയതെന്ന് പറയുന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ വേരുകളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കണ്ടിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു കാട്ടിനുള്ളിലേക്ക് കയറിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാനിവിടെ കാണാനായിട്ട് എത്തിയത്. അപ്പോഴേക്കും ഒരുപാട് കുടുംബങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരുടെ കളിയും ചിരിയും അതുപോലെ തന്നെ കുട്ടികൾ ഓടുന്നതും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഭയങ്കര സന്തോഷമാണ് നൽകുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം എവിടെയൊക്കെയോ നമ്മൾ മിസ്സാകുന്ന പോലൊരു ഫീലും ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. ഇനി ഈ മരത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൊഡ്ഡ ആൽദമര എന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, കന്നഡ ഭാഷയിൽ നിന്നും വന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയ ആൽമരം എന്നാണ്. ഈ ആൽമരത്തിന് ഏകദേശം 400 വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലെ ബംഗളൂരു നഗരത്തിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ അകലെയുള്ള കേത്തോഹള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇത് ഏകദേശം 3 ഏക്കർ അതായത് 1.2 ഹെക്ടർ സ്ഥലത്തേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മരത്തിന് നമ്മളോട് പറയാനുള്ളത് ഒരു അതിജീവനത്തിൻ്റെ കഥ തന്നെയാണ്. ഈ മരത്തിൻ്റെ യഥാർത്ഥ തടി എന്ന് പറയുന്നത് രോഗം ബാധിച്ച് നശിച്ചു പോവുകയും പിന്നീട് ഇതിൻ്റെ ഊന്നൽ വേരുകൾ, അതായത് നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയും, അത് അതിജീവിച്ചു. അങ്ങനെയാണ് ഈ മരം ഇന്നും നമുക്ക് ഈ കാണുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത് മരത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് ഊർന്നു വരുന്ന വേരുകളാണ്. ഇവയെല്ലാം താഴത്തേക്ക് ഊർന്നിറങ്ങി അങ്ങനെ വീണ്ടും ഈ മരത്തിന് പുതുജീവൻ നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒറ്റ മരമായി കാണുന്നതിന് പകരം പരസ്പരം ബന്ധിപ്പിച്ച നിരവധി ചെറിയ മരങ്ങൾ ചേർന്ന ഒരു വനം പോലെയാണ് നമുക്ക് ഈ പറയുന്ന പ്രദേശം കാണാനായിട്ട് സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പ്രകൃതിദത്ത വിസ്മയം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഒരുപാട് സിനിമാ ഗാനങ്ങൾക്കും പശ്ചാത്തലമൊരുക്കിയ സ്ഥലമാണ് ഇവിടം. പ്രധാനമായും നമ്മുടെ ഹിന്ദിയിലെ ഹേ ദോസ്തി എന്ന് പറയുന്ന ഗാനം, അതായത് ഷോലെ സിനിമയിലുള്ള അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും തകർത്തഭിനയിച്ച സിനിമയാണ്. ഈ സിനിമയുടെ ഗാനങ്ങളും ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത്രയും നേരം ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ഞാൻ പറഞ്ഞതുമില്ല. നമുക്ക് സ്വന്തമായിട്ട് വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ നിന്ന് നമുക്ക് 28 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇല്ല, നമ്മളൊരു പൊതുഗതാഗതമാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മെട്രോയിൽ കയറുക, മെട്രോയുടെ പർപ്പിൾ ലൈനിൽ യാത്ര ചെയ്തതിന് ശേഷം നേരെ കെങ്കേരി മെട്രോ സ്റ്റേഷനിൽ എത്തുക. അവിടെ നിന്ന് നമുക്ക് ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ നമുക്ക് ലഭിക്കും. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒറ്റ ബസ്സിൽ യാത്ര ചെയ്യണമെന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നേരെ KR മാർക്കറ്റിലേക്ക് പോവുക. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് സർവീസുകളും ഈ പ്രദേശത്തേക്ക് ലഭ്യമാണ്. ഈ മരം ചുറ്റി കാണുമ്പോൾ ചില പ്രദേശത്ത് എത്തുമ്പോഴേക്കും നമുക്ക് പല സിനിമകളുടെ ഷോട്ടുകളാണ് ഓർമ്മ വരുന്നത്. എനിക്ക് മെയിനായിട്ട് തോന്നിയതെന്ന് പറയുന്നത് അവതാർ സിനിമയിലെ ആ ഹോം ട്രീ ആണ്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അതുമായിട്ട് ഒരു ചെറിയൊരു സാമ്യം എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നി. എന്തായാലും വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് എന്ന് പറയുന്നത്. കുടുംബത്തോടൊപ്പം ആരംഭിച്ച ഈ യാത്ര വൈകുന്നേരം 5:30 ആയപ്പോഴേക്കും ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം നിർത്തിയപ്പോൾ ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇന്നത്തേത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് നിതിൻ സൈനിങ് ഔട്ട് ഫ്രം വാക്ക് അറൗണ്ട്. താങ്ക് യു.